കഴിഞ്ഞ 15 വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ആസിഫ് അലി. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത് ഋതുവിലൂടെയാണ് ആസിഫ് തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ മികച്ച സംവിധായകരുടെ സിനിമകളിൽ ആസിഫ് ഭാഗമായിരുന്നു. തുടർ പരാജയങ്ങൾക്ക് ശേഷം ആസിഫ് അലി മികച്ച തിരിച്ചുവരവ് നടത്തിയ വർഷമായിരുന്നു 2024. പ്രേക്ഷകരെ പ്രകടനം കൊണ്ട് ആസിഫ് ഞെട്ടിച്ച വർഷമായിരുന്നു കഴിഞ്ഞുപോയത്. തലവൻ, ലെവൽ ക്രോസ്, അഡിയോസ് അമീഗോ, കിഷ്കിന്ധാകാന്ഡം തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു ആസിഫിന്റേതായി പുറത്തിറങ്ങിയത്. പുതിയ ചിത്രം രേഖാചിത്രവും ഇപ്പോൾ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ്. മദ്യപാനിയായ ഒരു കഥാപാത്രമായിരുന്നു ആസിഫ് അഡിഗോസ് അമീഗോസിൽ അവതരിപ്പിച്ചത്. ചിത്രത്തിൽ പ്രിൻസ് എന്ന കഥാപാത്രം അയാൾ കഥയെഴുതുകയാണ് എന്ന സിനിമയിലെ മോഹൻലാൽ കഥാപാത്രം സാഗർ കോട്ടപ്പുറത്തെ കണ്ടാൽ അടിപൊളിയായിരിക്കുമെന്ന് പറയുകയാണ് ആസിഫ് അലി ഇപ്പോൾ. അതുപോലെ കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിൽ വിജയരാഘവൻ അവതരിപ്പിച്ച അപ്പുപിള്ള എന്ന കഥാപാത്രത്തിനെ റഫറൻസ് ആക്കിയത് ഗോഡ് ഫാദർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെയാണെന്നും ആസിഫ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിലെ സാഗർ കോട്ടപ്പുറവുമായും അഡിഗോസ് അമീഗോസിലെ പ്രിൻസ് കണ്ടുമുട്ടിയാൽ അടിപൊളിയായിരിക്കും. ആസിഫ് അലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ചില നടന്മാരുടെ ചില കഥാപാത്രങ്ങളുണ്ട്, നമ്മുടെ മനസ്സിൽ എവിടെയൊക്കെയോ സ്പർശിച്ചു പോയ ഒരു കഥാപാത്രം. കൂടാതെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗംഭീര കഥാപാത്രം. മോഹൻലാലിന് അത് നിരവധിയാണ്. അതിൽ ഒന്നാണ് സാഗർ കോട്ടപ്പുറം എന്ന അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ ആ ക്യാരക്ടർ. അത് പക്ഷേ ഒരു താരത്തിനും അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് അടിവരയിട്ട് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ അങ്ങനെ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രമായി കണ്ടുമുട്ടിയാലും അത് തന്നെയാണ് ആസിഫ് അലിയുടെ ഈ പറച്ചിലിന് കാരണമാകുന്നത്. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിലെ സാഗർ കോട്ടപ്പുറവുമായി അഡിഗോസ് അമീഗോസിലെ പ്രിൻസ് കണ്ടുമുട്ടിയാൽ അടിപൊളിയായിരിക്കും എന്ന ആസിഫിന്റെ വാക്കുകൾ. ബോസെ, നമുക്കൊന്ന് തിരുവനന്തപുരം വരെ പോയി വന്നാലോ എന്നൊക്കെ ചോദിക്കാറുണ്ടാകും. അതുപോലെ കിഷ്കിന്ധാകാന്ഡത്തിന്റെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്ന സമയം തൊട്ട് അപ്പുപിള്ള എന്ന കഥാപാത്രത്തിനായി ഞങ്ങൾ റഫറൻസായി മനസ്സിൽ വിചാരിച്ചത് അഞ്ഞൂറാനെ ആയിരുന്നു. പക്ഷേ ഒരിക്കലും ആ നടന്റെ റഫറൻസ് കൊടുക്കരുതെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ടീമായിരുന്നു കിഷ്കിന്ധാകാന്ഡത്തിന്റേത്. പക്ഷേ സിനിമയിലേക്ക് കുട്ടേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തന്നെ പലപ്പോഴും മോണിറ്റർ നോക്കി പറഞ്ഞത് അഞ്ഞൂറാനെ പോലെയുണ്ടെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് അഞ്ഞൂറാൻ വരുന്നുണ്ട്, പക്ഷേ അത് ബോധപൂർവമല്ല. അദ്ദേഹത്തിന്റെ അച്ഛനല്ലേ അഞ്ഞൂറാനെ അവതരിപ്പിച്ചത്. ആസിഫ് അലിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ കൗതുകം ജനിപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ. അതുപോലെ തന്നെ കൗതുകം ജനിപ്പിച്ച ഒരു സംഭവം മോഹൻലാലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടല്ല, ഇത് ആറാട്ട് 2 തന്നെയാണ്. പക്ഷേ നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ടിന് പകരം സമാധി എന്ന് കൊടുക്കേണ്ടി വരും. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഗോപന്റെ ഭാര്യയും മകനും മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങൾ വലിയ ചർച്ചയാകുകയാണ്. നിരവധി ട്രോളുകളും മീമുകളുമാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ കേസിലെ മലയാളത്തിലെ ചില ക്രൈം ത്രില്ലർ സിനിമകളുമായി ബന്ധപ്പെടുത്തിയാണ് പുതിയ ട്രോളുകൾ എത്തിയിരിക്കുന്നത്. കൊലയ്ക്ക് പകരം സമാധിയായെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന തരത്തിലാണ് ട്രോളുകൾ പ്രചരിക്കുന്നത്. ദൃശ്യം സിനിമയുടെ അവസാനം വരുണിനെ കൊന്ന കാര്യം അവന്റെ മാതാപിതാക്കളോട് ജോർജ് കുട്ടി തുറന്നു പറയുന്ന രംഗമുണ്ട്. ഈ ഭാഗത്ത് വരുൺ തന്റെ വീട്ടിൽ വെച്ച് സമാധിയായെന്നും സമാധി കുഴിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുമെന്നും ജോർജ് കുട്ടി പറയുന്നതായിട്ടാണ് ട്രോളുകൾ. സൂക്ഷ്മദർശിനിയിൽ ഡയാന എന്ന കഥാപാത്രം മരിച്ചതല്ല സമാധിയായാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന ക്യാപ്ഷനോടെ സിനിമയിലെ ബേസിന്റെയും സിദ്ധാർത്ഥ് ഭരത്തിന്റെയും ചിത്രവുമായി എത്തിയ ട്രോൾ സംവിധായകൻ MC ജിതിൻ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും നെയ്യാറ്റിൻകര ഗോപനാണ് ചർച്ച എന്നറിഞ്ഞ സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ ആറാട്ട് 2ാം ഭാഗം ഇറക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നതും വൈറലാണ്. മലയാളത്തിലും മറ്റു ഭാഷകളുമായി ഇറങ്ങിയ പല മർഡർ മിസ്റ്ററി സിനിമകളും നെയ്യാറ്റിൻകര ഗോപൻ സമാധി സംഭവവുമായി ബന്ധപ്പെട്ട് ട്രോൾ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര ഗോപൻ വലിയ രീതിയിൽ വൈറലായല്ല സമാധിയായി.